വയനാട് മാനന്തവാടിയിൽ ആളെ കൊന്ന കാട്ടാനയെ തുരത്താനുള്ള ദൌത്യം ഇന്നും തുടരും. മണ്ണുണ്ടി കോളനിക്ക് സമീപം ചെമ്പകപ്പാറ വനത്തിൽ ബേലൂർ മഗ്നയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തും. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. 4 കുങ്കിയാനകളുടെ സഹായത്തോടെ തന്നെയാവും ഇന്നത്തെയും ദൌത്യം നടക്കുക. ഏറുമാടം കെട്ടി മരത്തിനു മുകളിലിരുന്നും ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കും. റേഡിയോ സിഗ്നലുകൾ കൃത്യമായി ലഭിക്കാത്തതും ഒരാൾപ്പൊക്കത്തിലുള്ള കുറ്റിക്കാടുകളും ആനയെ മയക്കുവെടി വെക്കുന്നതിന് തിരിച്ചടിയാണ്. എല്ലാ സന്നാഹങ്ങളും കൂടി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ പൂർണ്ണമായും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. കുങ്കിയാനകളെയും അതുപോലെ തന്നെ മയക്കുവെടി വെക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ നിരന്തരം കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആനയെ നമുക്ക് വിചാരിച്ച രീതിയിൽ അടുത്ത് കിട്ടാത്തത് കൊണ്ടാണ് മയക്കുവെടി വെക്കാൻ കഴിയാതിരുന്നത്. മയക്കുവെടി വെച്ച് ഇതിന് പ്രതീക്ഷ ഉണ്ടെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. 200 അംഗ ദൗത്യസേനയാണ് മിഷൻ ബേലൂർ മഗ്നയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ദൗത്യസംഘം 10 ടീമായി പിരിഞ്ഞ് കാട്ടാൻ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തും. മയക്കുവെടി വെച്ചാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റും. കർണാടക വനത്തിലേക്ക് കടക്കാതിരിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ആനയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വയനാട്ടിൽ ഇന്ന് കർഷക സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചത്. തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി നൽകി. റിപ്പോർട്ടർ വയനാട്. മുബഷീർ പി അക്ബർ ഉണ്ട് വിവരങ്ങളുമായി. മുബഷീർ, മിഷൻ മേലൂർ മഗ്ന 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഈ റേഡിയോ സിഗ്നൽ ലഭിക്കാത്തതടക്കമുള്ള പ്രതിസന്ധി മുന്നിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മിഷൻ ഏത് രീതിയിലാണ് പുരോഗമിക്കുക? ശ്രുതി, മിഷൻ മേലൂർ മഗ്ന ഇത്തരത്തിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഊർജിതമായ തിരച്ചിലിനൊടുവിൽ ഇന്ന് ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് വനപാലകർ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയ്ക്ക് തൊട്ടു പിന്നിലായി ബാവലി മേഖലയിലാണ് ഇത്തരത്തിൽ ദൗത്യത്തിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള 4 കുങ്കിയാനകളെ താമസിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ദൗത്യം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കുങ്കിയാനകളെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും തൊട്ടടുത്ത മണ്ണുണ്ടി മേഖലയുൾപ്പെടെയുള്ള ഈ ഒരു ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 200 അംഗ വനപാലകരുടെ സംഘമടങ്ങുന്ന ദൗത്യമായിരിക്കും ആ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമവും ഫലം കണ്ടിരുന്നില്ല. ഏറ്റവും പ്രധാനമായും ഈ ഒരു ദൗത്യത്തിന് നേരിടുന്ന വെല്ലുവിളി ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഈ ഒരു അടിക്കാടുകളുടെ വളർച്ചയാണ്. ഒരാൾപ്പൊക്കത്തിലുള്ള കുറ്റിക്കാടുകൾ ആനയെ മയക്കുവെടി വെക്കുന്നതിന് തിരിച്ചടിയാണെന്നാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ വ്യക്തമാക്കിയത്. കൂടാതെ ബേലൂർ മേഖലയിലെ കാപ്പിത്തോട്ടങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പമ്മി നിൽക്കുന്ന രീതിയിലുള്ള സമാനമായ രീതി ബേലൂർ മഗ്ന ഇത്തരത്തിൽ വയനാട്ടിലെ തോൽപ്പട്ടിയിലെ വനമേഖലകളിലും സമാന രീതിയിൽ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മയക്കുവെടി വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരങ്ങൾക്ക് മുകളിൽ ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്ന ഏറുമാടങ്ങൾ ഉൾപ്പെടെ കയറി നിന്നുകൊണ്ടാണ് ആനയെ നിരീക്ഷിക്കുന്നത്. ഇന്നും സമാന രീതിയിലുള്ള നിരീക്ഷണങ്ങളോട് തന്നെയായിരിക്കും മയക്കുവെടിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇന്നലെ കുങ്കിയാനകൾ ബേലൂർ മഗ്നയുടെ പിറകിൽ പിന്തുടർന്നെങ്കിലും അതിവേഗത്തിൽ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചതും ഈ ഒരു ദൗത്യത്തിന് തിരിച്ചടിയായിരുന്നു. കൂടാതെ ആനയുടെ റേഡിയോ കോളർ നിന്നും സിഗ്നലുകൾ ലഭിക്കാത്തതും തിരിച്ചടിയായിരുന്നു. എങ്കിലും ഇന്നലെ ഒരു തവണ ആനയ്ക്കെതിരെ വെടിയുതിർക്കാൻ സാധിച്ചിരുന്നു എന്നാണ് വനപാലകർ അറിയിച്ചിരുന്നത്. സ്വാഭാവികമായും അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്ന് എന്താ പറയുക, അത്തരത്തിൽ വളരെ ഊർജിതമായ ശ്രമങ്ങളുമായി തന്നെയാണ് വനപാലകർ തയ്യാറായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ദൗത്യം ആരംഭിക്കും. അതേസമയം ഇന്ന് തിരുനെല്ലി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ആനയെ പിടികൂടാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ 13 അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി വിന്യസിപ്പിച്ചിരുന്നു. ആന ഇന്നലെയും ജനവാസ മേഖലയിലേക്ക് ഒന്നും തന്നെ ഇറങ്ങിയിരുന്നില്ല. ചെമ്പകപ്പാറ വനത്തിനുള്ളിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വനപാലകർ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താലും ഇന്ന് വയനാട്ടിലുണ്ട്. അത്തരത്തിൽ നിർബന്ധത്തോടുകൂടി കടകൾ അടപ്പിക്കാനൊന്നും തന്നെ കർഷക സംഘടനകൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഇത്ര കാലമായിട്ടും സർക്കാർ ഇടപെടാത്തൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കർഷക സംഘടനകൾ വയനാട്ടിൽ ഇത്തരമൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സഹകരിക്കാമെന്ന് തന്നെയാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദൗത്യം ഇന്നും തുടരുകയാണ്. കാട്ടാനയെ വെടിവെക്കാനുള്ള ദൗത്യം ഇന്ന് തുടരുകയാണ്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകുന്നത്.